ഹായ് നമസ്കാരം, ഞാൻ ചിന്മയ്. മൂവി സ്പോട്ടിന്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമകൾ കാണാത്തവർ കുറവായിരിക്കും, പക്ഷെ ചില സിനിമകൾ മാത്രം എത്ര കണ്ടാലും നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കും. അങ്ങനെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ജോണി ആന്റണി സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ സിനിമയാണ് CID മൂസ. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കൂ. I see. OG ആക്ടേഴ്സിന്റെ ഒരു കളക്ഷൻ. ജഗതി ശ്രീകുമാർ, ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബിന്ദു പണിക്കർ, ഭാവന, ഇന്ദ്രൻസ് എന്നിവരുടെ മാസ്മരിക പ്രകടനം കൊണ്ടും ശ്രദ്ധേയമാണ് ഈ സിനിമ. എനിക്കിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ്. എന്റെ ഇടവും വല്ല രണ്ട് പോലീസുകാരല്ലേ. തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി സഹു? ആ പാവം DIGയുടെ പെടലിക്കിട്ട് അടിക്കാൻ പോണു. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഞാൻ നിന്റെ അടിമേ. ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകും. അവസാനം മിണ്ടാതെ പറയാതെ പോയി പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഇവന്റെ ഭാവി ജയിലിൽ തന്നെയാ. നിന്റെ സഹു എനിക്കിപ്പോ ഭാവിയല്ല, ആ ഭൂതത്തിന്റെ മുഖം മനസ്സിന്ന് പോകാത്തത്. ആ കമ്മീഷണറുടെ മുഖത്ത് എന്തോ നിഗൂഢതകൾ ഒളിഞ്ഞടപ്പെട്ടു. അയാളുടെ നിഗുണ്ടങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളാരാ CIDകളാ. എന്താ പറഞ്ഞ? നമ്മളാരാ CIDകളാ. CID ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയവരാണ്. മൂസ, SI പീതാംബരൻ, തൊരപ്പം കൊച്ചുണ്ണി, സലീം കുമാറിന്റെ ക്യാരക്ടർ എന്തിനു പറയുന്നു, കാറ് വരെ ഫേമസ് ആണ്. അതിൽ SI പീതാംബരൻ എന്ന കഥാപാത്രത്തെ നമ്മൾ മറന്നു കാണില്ലല്ലോ. സത്യത്തിൽ ജഗതി ശ്രീകുമാർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്പിളിച്ചേട്ടൻ ഒരു ആക്ടർ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു കോമഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഞാൻ നാളെ CEO DSPക്കാവും. ആയിക്കോ. ഇപ്പൊ എന്നോട് സഹകരിച്ചില്ലെങ്കിലേ അന്ന് ഞാൻ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റും. സഹദേവാ, നീ എന്നെ സ്ഥലം മാറ്റരുത്. മാറ്റും. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഒരു SI എങ്കിലും ആകൂ. അതെ, നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. അതെ, നീ SI ആയിട്ട് എന്ത് കിട്ടാനാ? നീ എന്റെ കൂടെ കൂട്, നല്ല പറാത്ത ഉണ്ടാക്കാം. പോടാ അളിയാന്നോ? അതെ, പോടാളിയാന്ന് സാറേന്ന് വിളിയടാ. ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. ഇനി ഈ സിനിമയിലെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അറിഞ്ഞാലോ? ജോണി ആന്റണിയുടെ ആദ്യ സിനിമയാണിത്. ആദ്യം നായകന്റെ പേര് മൂസ എന്ന് മാത്രമായിരുന്നു. പിന്നെ മൂവി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗും ഇൻവെസ്റ്റിഗേഷനും ഫണ്ണിയും ആക്കാൻ വേണ്ടിയിട്ടാണ് CID മൂസ എന്നാക്കിയത്. ഭാവന അഭിനയിച്ച ആദ്യകാല സിനിമകളിൽ കൂടുതൽ ജനപ്രീതി നേടിയ ഒരു സിനിമയാണ് CID മൂസ. ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച തൊരപ്പം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തിലെ ചില ഡയലോഗുകളൊന്നും സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. എന്തിനാ കുറയ്ക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കുറക്കല്ലേന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലും ഉണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തൊരപ്പ എണിക്കടാ. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. CID മൂസയിലെ പല സീനുകളും ഡയലോഗ്സും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോഴും എവർഗ്രീൻ കോമഡി ക്ലാസിക് എന്ന് പറയുന്നത്. കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച വിക്രമൻ എന്ന കഥാപാത്രത്തിന് ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ യൂണീക്ക് ആയിരുന്നു. അദ്ദേഹം റിഹേഴ്സൽ ചെയ്യുമ്പോൾ തന്നെ ക്രൂ മെമ്പേഴ്സ് ചിരിക്കാൻ തുടങ്ങുമായിരുന്നു. CID മൂസ TVയിൽ വന്നപ്പോഴാണ് കൾട്ട് കോമഡി മൂവിയായി മാറിയത്. ഇന്നും ആളുകൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളിൽ ഒന്നാണ് CID മൂസ. വന്ദേ മാതരം, വന്ദേ മാതരം. മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം.
ഈ സിനിമ ഇന്നും ജനപ്രിയമായിരിക്കുന്നത് അതിലെ കോമഡി സീനുകൾ കൊണ്ടാണ്. ഒരു കാർട്ടൂൺ കാണുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് CID മൂസ. ഈ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അവരോട് കാണാൻ പറയാം. മൂവി സ്പോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, keep watching cinema, keep loving movies.